ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. എപ്പോഴും ചെയ്യുന്നതായിക്കോട്ടെ, പക്ഷേ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ വികാരപരമായിട്ടുള്ള ഫീലിങ്സ്, എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് വയസ്സിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് എല്ലാവരും ഓടി വരിക, നമുക്ക് നോക്കാം. Universe angels, what you need to hear right now and current feelings of your person. ഓക്കെ ബോട്ടം ഓഫ് ദി ഡക്ക് ഈസ് ഏസ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി എന്ത് ഫീലിങ്സിലാണ് ഇപ്പം ഇരിക്കുന്നത് നോക്കിയാലോ. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വാല്യൂ ഉള്ള വ്യക്തിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വാല്യൂ നിറഞ്ഞ ഒരു വ്യക്തി എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയ്ക്കും വാല്യൂ ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളുടെ ജീവിതം മനോഹരമാക്കിയെടുത്തത് ഇവരാണ്. നിങ്ങളിപ്പോൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് അവരാണ്. പലതും നിങ്ങൾ ആസ്വദിച്ച് തുടങ്ങിയത് ഇവരിലൂടെയാണ്. പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണിവർ. എന്തിനും നിങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് അവർ സന്നദ്ധരാണ്. അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾക്കും നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു മടിയുമില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് പല അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ തമ്മിൽ ഉണ്ട് എങ്കിൽ പോലും ഒരു മെയിൻ സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക തന്നെ ചെയ്യും, സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യും. അതായത് ഇപ്പോൾ ഒരു കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്ക്, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ കുടുംബക്കാർ തമ്മിൽ ചേട്ടനനിയന്മാരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തല്ലൂട്ടൊക്കെ ആയിരിക്കും എന്നും. കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും ഒക്കെ ആയിരിക്കും. എങ്കിൽ പോലും പുറത്തു നിന്ന് ഒരാൾ വന്ന് ഈ കുടുംബത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇവരെല്ലാം ഈ തെരട്ട ചുരുളും പോലെ ഉറുമ്പും കൂട്ടം പോലെയും പിന്നെ ചെല്ല. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ്. മനസ്സിലായോ?
ഒരു മെയിനായിട്ടുള്ള ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക തന്നെ ചെയ്യുന്ന തന്നെയാണ് പറയുന്നത്. പല വഴക്കുകൾ നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഇപ്പം ഇത്ര കാലത്തിനുള്ളിൽ പല ഡിഫറെൻറ്റ് ജാതി വഴക്കുകൾ, ഒന്നിനൊന്നും മെച്ചം എല്ലാതും ആകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നടന്നിട്ടുള്ള വഴക്കുകൾ എന്തൊക്കെയാണ്, ഒന്നിനൊന്നും മെച്ചം, അതിഗംഭീരമായിട്ടുള്ള വഴക്കുകൾ തന്നെ പറയാം. അത് പല ദിവസങ്ങളും പല മണിക്കൂറുകളും നീണ്ടു നിന്ന തല്ലുകൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഒരു ദിവസത്തിൽ കഴിയുന്നവരുണ്ടാവും, ഒരാഴ്ചയ്ക്ക് നിൽക്കുന്നവരുണ്ടാവും, ഒരു മാസത്തേക്ക് വരെ നിന്നിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവസാനം നിങ്ങളുടെ ഒരു സംസാരത്തിനും അല്ലെങ്കിൽ ഒരു വിളിക്കപ്പുറം അത് നീണ്ടു നിൽക്കാറില്ല. ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് അതിനെ പറ്റിയല്ലേ വേറെ എന്തെങ്കിലും ഒന്ന് കഴിച്ചോ ഒന്ന് ചോദിച്ചാൽ മതി. പിന്നെ നമ്മളവിടെ വീണു. പിന്നെ നമ്മൾ തിരിച്ച് സംസാരിക്കുക എന്താ, അതിന് ഇതായിട്ടുള്ള കാര്യങ്ങളാവും. ബാക്കിയെല്ലാം മറന്നു കഴിഞ്ഞു. അതാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുടെ ഇടയിൽ നടക്കുന്നത് അല്ലേ? കമൻറ്റ് ചെയ്യൂ, പോസ്റ്റ് ചെയ്തിട്ട് സ്പോട്ടിൽ കമൻറ്റ് ചെയ്യൂ. എനിക്കറിയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോഴെല്ലാം അവരുടെ മനസ്സ് എന്താ പറയുന്നതെന്നറിയോ നിങ്ങളോട്? എന്തൊക്കെ കാണിച്ചാലും ചെയ്താലും എനിക്ക് അണങ്ങാനും പണങ്ങാനും വാശി കാണിക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ നീ മാത്രമേ ഉള്ളൂ എന്നാണ് അവരുടെ മനസ്സ് പറയുന്നത്. എന്തൊക്കെ ചെയ്താലും എനിക്ക് അണങ്ങാനും പണങ്ങാനും വാശി കാണിക്കാനും ദേഷ്യം കാണിക്കാനും തല്ലുകൂടാനും ഒക്കെ നീയല്ലേ ഉള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എൻ്റെ ഈ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിനും എന്നാണ് അവരുടെ മനസ്സിൽ. മറ്റു വൈരാഗ്യ ബുദ്ധികളൊന്നും തന്നെ അവരുടെ ചിന്തയിലില്ല കേട്ടോ. അങ്ങനെയൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. മറ്റ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ പാകത്തിനുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കിടന്ന് നടക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കൂ കേട്ടോ. അവർ ഇതുവരെയും മറ്റൊരാളിനെയും ഇത്രയ്ക്ക് സ്നേഹിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു വ്യക്തിയെയും അവർ ഇത്രയ്ക്കും ഹാർഡായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അത്രയും ഹാർഡായിട്ട് അവർ കൊണ്ട് നടന്നിട്ടും ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം എനിക്കത് ഈ റീഡിങ്ങിൽ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. മറ്റൊരു വ്യക്തിയെ നിങ്ങളെ സ്നേഹിച്ച അത്രയും കണക്കിന് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ച അതേ രീതിയിൽ മറ്റൊരു വ്യക്തിയെ അവർക്ക് സ്നേഹിക്കാനായിട്ട് കഴിയുകയില്ല. ഇങ്ങനെ സ്നേഹിക്കാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടെന്ന് തന്നെ അയാൾക്ക് അറിയണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ എന്ന് പോലും ആ വ്യക്തിക്ക് അറിയണ്ടായിരുന്നില്ല. അത് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് ഇതിൽ. അത് മനസ്സിലാക്കിയത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന്, നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ അവർക്ക് സ്നേഹിക്കാൻ പറ്റും. അതാണ് ഈ ഒരു കാർഡ്. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം, എന്നെ എൻ്റർ ചെയ്തതിന് ശേഷമാണ്. അതിന് മുന്നേ നിങ്ങളിങ്ങനെ അല്ലെങ്കിൽ അവരിങ്ങനെയായിരുന്നു നിങ്ങളും ഇങ്ങനെയായിരുന്നു. പക്ഷെ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം അവരെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതായിട്ട് നിന്നിരുന്നു. ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തന്നെ അവരിപ്പോൾ ചിന്തിക്കുകയാണ്. അത് മനസ്സിലാക്കിയത് അവരുടെ ലൈഫിൽ നിങ്ങൾ വന്നപ്പോൾ തന്നെയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെന്ന് പറയുന്ന നല്ല നിമിഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അവർ ഒരിക്കലും ശ്രമിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതവർക്ക് മരിക്കണേന് തുല്യമാണ്. നിങ്ങളെ ജീവനായിട്ട് കരുതിയത് കൊണ്ടാണ് അവർ മുന്നോട്ട് ജീവിക്കുന്നത്. ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നിങ്ങൾ പോയാലും നിങ്ങളെ മറക്കാൻ അവർക്ക് പറ്റില്ല എന്ന് തന്നെ കാണുന്നത്. അത്ര അഗാധമായിട്ടാണ് അവർ നിങ്ങളോടുള്ള പ്രണയം കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ അത് ജീവനുള്ളതാണെന്ന് തന്നെയാണ് പറയുന്നത്. അത് അവരുടെ മൈൻഡാണ് കേട്ടോ ഞാനീ പറയുന്നത്. അല്ലാതെ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളോ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിധി, ഒരു ട്രഷർ തന്നെയാണെന്നാണ് പറയുന്നത് നിങ്ങൾ. അത് അവർ എവിടെയും കൊണ്ട് കളയില്ല എന്നുള്ളത് ഞാൻ ഷുവറാണ്. അതെവിടെയും അവർ നഷ്ടമാക്കാനായിട്ട് അവരാഗ്രഹിക്കുന്നില്ല. അവരുടെ ട്രഷർ അല്ലെങ്കിൽ അവരൊരുപാട് കാലം തപ്പി നടന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവർ പോലും അറിയാതെ അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളൊരു ട്രഷറാണ് നിങ്ങൾ. അപ്പോൾ ആ ട്രഷറിനെ പകുതി വഴിയിൽ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ പകുതി വഴിയിൽ നഷ്ടപ്പെടുത്താനോ ഒരിക്കലും അവർ ചിന്തിക്കില്ല. അവരിപ്പോഴും ചിന്തയിലാണ് ഇതിലെന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം, എങ്ങനെ നിങ്ങളോട് പെരുമാറണം. പല ഈഗോസും പ്രോബ്ലംസും ഒക്കെ അവരുടെ മൈൻഡിലുണ്ടാവും. പക്ഷേ എല്ലാതും നിങ്ങൾ വിചാരിക്കുന്ന പോലെ റോങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. പല കാര്യങ്ങളും വളരെ സോഫ്റ്റായിട്ടും വളരെ സ്മൂത്തായിട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നത് അവർ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. അവർ ആഘോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആസ്വദിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഓരോ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സും അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന പൊട്ടലും ചീറ്റലും വഴക്കുകളും അത് ഏത് റിലേഷൻഷിപ്പിലും ഉണ്ടാവുമോ, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അത് വരും പോകും, അത്രയേ ഉള്ളൂ. എല്ലാ റിലേഷൻഷിപ്പിലും ഈ പറയുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അറ്റ് ലാസ്റ്റ് ടൈം വരുമ്പം
അല്ലെങ്കിൽ കുറച്ച് സമയം നീണ്ടു നിൽക്കാനായിട്ട് ഈ ഒരു പ്രശ്നം നീണ്ടു നിൽക്കാനൊന്നും അവർ സമ്മതിക്കില്ല. അല്ലെങ്കിൽ അധിക നേരമൊന്നും നിങ്ങളുടെ ആ ഒരു പിണക്കം കൊണ്ടുപോകാനൊന്നും അവർക്ക് പറ്റില്ല. കാരണം വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ടു നടക്കാനും അവർക്കറിയാം. ഓക്കെ, അപ്പം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക, അത് കാണുന്നതാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് സബ് ചെയ്ത് കൂടിക്കൊള്ളുക. ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. ആൻഡ് അത് എൻ്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഞാൻ ഗാഢമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ദൃഢമായിട്ട് വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ആൻഡ് കമൻറ്റ് ചെയ്യുക, എഴുതുക, അല്ലെ ജേണൽ ചെയ്യുക. വേറെ എവിടെയും നിങ്ങൾ എഴുതാൻ പോകണ്ട, പേപ്പർ മാൻ എന്നും എടുക്കാൻ പോകണ്ട, അതിലെല്ലാം കമൻറ്റ് ചെയ്യുക. അതിനാണ് ഞാൻ ആ സ്പേസ് നിങ്ങൾക്ക് ഒഴിഞ്ഞിട്ടിരിക്കുന്നത്. ഓക്കെ, ഒരു 1000 കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വീഡിയോ എന്തായാലും ഒരു 1000 പേരുടെ ഇടയിൽ എത്താതിരിക്കില്ല. ഒരു 1000 പേരെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഇടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇടുക. എത്ര പേർക്കത് വർക്കാവുന്നുണ്ട് എന്ന് നോക്കാലോ, അല്ലെങ്കിൽ എത്ര പേർക്കത് എഫക്റ്റായിട്ട് ബാധിക്കുന്നുണ്ട് നോക്കാലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ പേരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളെന്നും റീഡിങ്സ് ഇടുന്നതാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.